ഹലോ. നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ ആർക്കും വലിയ പിടിപാടില്ലാത്ത ഒരു കാര്യമാണ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതാണ് ഇൻകം ടാക്സിന്റെ പോർട്ടൽ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പോർട്ടൽ. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പുതിയൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ഉള്ള പാൻ കാർഡും അതിൻ്റെ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാൻ കാർഡ് ഇതിൻ്റെ അകത്ത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് കയറാം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പാൻ നമ്പറും പാസ്വേഡും ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ മേലെ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണാം. അവിടെ നിങ്ങൾക്ക് പാൻ നമ്പറും പാൻ നമ്പർ കൊടുത്തിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ പാൻ നമ്പർ കൊടുത്തിട്ട് കയറാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം പാൻ നമ്പർ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ പാൻ നമ്പർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഈ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ അവരുടെ ഇൻകം ടാക്സ് ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യും. ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ഫയൽ ചെയ്യുന്ന ആളുടെ പേരും പാൻ നമ്പറും ഫോൺ നമ്പറും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫയൽ ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ പുതിയൊരു റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഏത് ഇയറിലാണ് ഫയൽ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നത് 23-24 സാമ്പത്തിക വർഷം, 24-25 അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ ഇനി ഏത് ടൈപ്പിലാണ് ഫയൽ ചെയ്യേണ്ടത്? ഹിന്ദു കൂട്ടുകുടുംബം, അല്ലെങ്കിൽ അതേഴ്സ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ. നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തവിടെ. പിന്നെ ഈ ITR ഏത് ITR ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ITR 1 ആണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളൊരു പൊതുവെ സാലറീഡ് ആൻഡ് എംപ്ലോയീസിന് ITR 1 ആണ്. പിന്നെ ഇപ്പം നമ്മൾ എപ്പോഴും 2 ടാക്സ് റെജിം ഉണ്ട്. ഒന്ന് ന്യൂ, ഓൾഡ്. നമുക്ക് അത്യാവശ്യം സേവിങ്സ് ഉള്ള ആളാണെങ്കിൽ ന്യൂ റെജിം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്? നമ്മുടെ ടാക്സ് വരുമാനം ടാക്സ് പരിധിയിലും 3.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ എല്ലാവരും ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ അത് ഒരു ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഓൾറെഡി നമ്മുടെ പേരും പാൻ നമ്പറും ഒക്കെ ഇവിടെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഞാനത് തൽക്കാലം ഇവിടെ ഹൈഡ് ചെയ്യാണ്. ഇതിൽ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ജോബ് ടൈപ്പ്. ഏത് തരത്തിലുള്ള ജോലിയാണ്? നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ അതോ പെൻഷനർ ആണോ എന്നൊക്കെയുള്ള അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ടാക്സിലും സ്ലാബിലും മാറ്റം വരും. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാവരും അതറിലാണ് വരുന്നത്. സോ ഞാൻ അതർ സെലക്ട് ചെയ്തു. ഇനി ഏത് സ്കീമിലാണ് നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്? ഓൾഡ് ആണോ ന്യൂ ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴാണ് ഫയൽ ചെയ്യുന്നത്? നമ്മൾ ഫയൽ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് സാധാരണ പോലെയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അവിടെ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഓൾഡ് റെജിമാണോ ന്യൂ റെജിമിലാണോ ഫയൽ ചെയ്യുന്നത് എന്നുള്ളത്. ബൈ ഡിഫോൾട്ട് ഇപ്രാവശ്യം എല്ലാവർക്കും ന്യൂവിലേക്കാണ് വരുന്നത്. ന്യൂവിലേക്ക് ഒരിക്കൽ നമ്മൾ ന്യൂവിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വി കൻ നോട്ട് ഗോ ബാക്ക്. നമുക്കിനി തിരിച്ച് ഓൾഡിലേക്ക് മാറ്റാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് സേവിങ്സ് ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഓൾഡ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു വേറെ തന്നെ വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, എല്ലാം കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഐറ്റമാണ് ടോട്ടൽ ഇൻകം. നമ്മുടെ വരുമാനം എത്രയുണ്ടെന്ന്. ഇപ്പം എൻ്റെ ഫ്രണ്ടിന് 18,65,000 ചില്ലുവാനും വരുമാനമുണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഒന്നുകൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തു. ഇനി നമ്മുടെ ഇൻകം പേജിൽ പോവാം. ഇൻകം പേജിൽ നേരത്തെ പറഞ്ഞ പോലെ 18 ലക്ഷം. അതിൽ തന്നെ ചിലതൊക്കെ നമ്മുടെ വരുമാനങ്ങൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ഉദാഹരണത്തിന് മിലിറ്ററി പ്രൊഫഷണൽസിനുള്ള യൂണിഫോം ഇൻ അലവൻസ്, അതുപോലെ തന്നെ
നമ്മുടെ ഹൗസ് റെന്റ് അലവൻസ്, ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ്, കുട്ടിക്ക് ഇത് എല്ലാ കമ്പനികളും കൊടുക്കുന്നില്ല. ചില കമ്പനികളൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അലവൻസ് കൊടുക്കും. അതിന് നമ്മൾ ടാക്സബിൾ അല്ല. അതുപോലെ നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ട് മാസം 8,000 വെച്ചിട്ട് 96,000 രൂപ ഒരു വർഷം ഹൗസ് റെന്റ് കൊടുത്തിട്ടുണ്ട്, വാടക കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അവിടെ അത് കൊടുക്കാം. അതിനും പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട്. അതിന് വേറെ തന്നെ വീഡിയോ ചെയ്യണം, എത്രത്തോളം നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. ലീവ് ട്രാവൽ അലവൻസ് അതും സെപ്പറേറ്റ് ഒരു ടോപ്പിക് അരമണിക്കൂർ സംസാരിക്കാനുള്ളതാണ്. എങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യാം എന്നുള്ളത് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ 80D കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നുകൂടെ വെരിഫൈ ചെയ്യാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻകം ഉള്ളത്. അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് വേറൊരു സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. അതുപോലെ നമുക്ക് നമ്മുടെ സേവിങ്സ് ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള ഈ പലിശകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻകത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതും നമുക്ക് ടാക്സബിൾ ആണ്. അതും കുറയ്ക്കാൻ വഴിയുണ്ട്. സോ ഇപ്പോൾ 17,69,000 രൂപയാണ് നമുക്ക് നികുതി കൊടുക്കേണ്ടതായിട്ടുള്ള വരുമാനം. ഇനി ഇവിടുന്ന് രണ്ടാമത്തെ അടുത്ത സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നമുക്ക് നികുതി കുറച്ചിട്ടുള്ള നമ്മുടെ സേവിങ്സ് എന്നെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ഫ്രണ്ട് അത്രയ്ക്കും പിശുക്കിയായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് വിടാം. ഇനിയും താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെയാണ് നമുക്ക് ATC, ഇവിടെയാണ് നമുക്ക് ഈ നമ്മുടെ സേവിങ്സ് ഒക്കെ വരുന്നത്. നമ്മുടെ എന്തെങ്കിലും LIC പോളിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുകന്യ സമൃദ്ധി യോജന, അല്ലെങ്കിൽ നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ മുതലിലേക്ക് പോകുന്ന പ്രിൻസിപ്പലിലേക്ക് പോകുന്ന പാർട്ട്, അതും അല്ലെങ്കിൽ നമ്മൾ PF പോകുന്ന എമൗണ്ട്, ഇതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. 1.5 ലക്ഷമാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്. ആ 1.5 ലക്ഷം അവിടെ കൊടുക്കാം. ഇതുപോലെ നമ്മൾ പെൻഷൻ സ്കീമിലേക്ക് 1,500 രൂപ വെച്ച് മാസം പിടിക്കുന്നുണ്ട്. അപ്പോൾ 18,000 രൂപ അവിടെ, അതും കുറച്ച് ടാക്സബിൾ അല്ല. അതുപോലെ നമ്മുടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെയും നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലിൻ്റെ എന്ന് വെച്ചാൽ ഭാര്യ, ഭർത്താവ്, മക്കളുടെയും എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ടാക്സബിൾ അല്ല. അതുപോലെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും ടാക്സബിൾ അല്ല. അതൊക്കെയാണ് അവിടെ 80Dയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സേവിങ്സ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ പലിശയ്ക്ക് 2,000 രൂപ വരെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ അതും 80TT എന്ന് പറഞ്ഞിട്ട് അത് വേറെ തന്നെ ക്ലെയിം ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ ഹോം ലോണിൻ്റെ EMIയിലുള്ള പലിശയുടെ പാർട്ട് അത് ടാക്സബിൾ അല്ല. അത് നമുക്ക് അവിടെ കൊടുക്കാം. എൻ്റെ ഫ്രണ്ട് 2 ലക്ഷം രൂപ, 2 ലക്ഷം ഒന്നും കിട്ടില്ല, പക്ഷേ 2 ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടുണ്ട്. 50,000 രൂപേൻ്റെ അകത്ത് കുറച്ച് കിട്ടും. പക്ഷെ ഞാൻ അവിടെ കൊടുത്ത പലിശ മുഴുവൻ അവിടെ കൊടുക്കാണ്. ബാക്കിയൊക്കെ ഇങ്ങനത്തെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ വിട്ടു. നമ്മൾ ബക്കറ്റ് പിരിവൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അത് വരില്ല. നമ്മൾ പാർട്ടിക്ക്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പാൻ വഴി അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് 100% നമുക്ക് 20 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ 20 ലക്ഷം അവർക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു പൈസ പോലും ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ 80C നോക്കി, 80EE ചെയ്തു, 80D. ഇനി 80D നമ്മളിവിടെ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യണം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലി, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവർക്ക് ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണോ എന്നുള്ളതാണ്. എൻ്റെ കേസിലല്ല. പിന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എത്രയുണ്ട്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, 30,000 ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ ആഡ് ചെയ്തു. പിന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഒരു 5,000 രൂപയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ പാരൻസിന്, സീനിയർ സിറ്റിസൺ ആണ് പാരൻറ്റ്, അതുകൊണ്ട് അവിടെ ഒരു S കൊടുത്തു. ഇനി ഇൻഷുറൻസ് നമ്മൾ ഓൾറെഡി മുകളിൽ കൊടുത്തതുകൊണ്ട് ഇൻഷുറൻസ് ഇവിടെ കൊടുക്കുന്നില്ല. പിന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് 5,000 രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 5,000 രൂപയാണ് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുക.
അതുകൊണ്ട് ആ 5000 നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഒന്നുകിൽ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു 50,000 രൂപ മെഡിക്കൽ എക്സ്പെൻസസ് ആയിട്ടുണ്ടായിരുന്നു പണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് മെഡിക്കൽ ചെക്കപ്പിൻ്റെ 5000 മാറ്റി അവിടെ പിന്നെയും 0 ആക്കാം. $75,000 ഇതിൻ്റെ മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിലും കൂടുതൽ ആക്ച്വലി ചിലവായിട്ടുണ്ട്, 85,000 അടുത്ത് ചിലവായിട്ടുണ്ട്. പക്ഷേ 75,000 നമുക്ക് ടാക്സ് കുറച്ച് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലെയിം ചെയ്തു എന്ന് വെച്ചാൽ അത്രയും പൈസ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 80TTA. 2000 രൂപ വരെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നമുക്ക് ടാക്സ് കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ എൻ്റെ ഫ്രണ്ടിന് 1250 രൂപ മാത്രമേ അങ്ങനെ പലിശ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ പലിശ കഴിഞ്ഞിട്ടുള്ള വരുമാനം 1250 ആയതുകൊണ്ട് അതേപോലെ തന്നെ ഞാനിവിടെ ആഡ് ചെയ്തു. ഇനിയും താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. ഓക്കെ, എല്ലാം കറക്റ്റാണ്. 2,94,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. ആകെ വരുമാനം 17,60,000. 2,70,20,000 നമുക്ക് ടാക്സബിൾ അല്ല. 2,69,000 രൂപ നമ്മുടെ കമ്പനി എല്ലാ മാസവുമായിട്ട് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ടാക്സ് ഉണ്ട്. അപ്പം അതും കഴിഞ്ഞ് നമുക്കിനി ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആകെ 2,69,000 ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടക്കേണ്ടിയിരുന്ന നികുതി ശരിക്കും അതിലും കുറവാണ്. അപ്പം നമുക്ക് കാണിച്ചിരിക്കുന്നത് പോലെ $2,69,000 നമ്മൾ ടാക്സ് അടച്ചു. പക്ഷെ 2,65,000 അടക്കേണ്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് 4,060 രൂപ നമുക്ക് റീഫണ്ട് കിട്ടും. നമ്മൾ നേരത്തെ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിൽ ഈ പൈസ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഇനി ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നും നമ്മൾ അവിടെ പ്ലേസിൻ്റെ സ്ഥലത്ത് നമ്മളൊരു നമ്പർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, അത് മാറ്റി അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻകം ടാക്സ് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഫയലിംഗ് കഴിഞ്ഞു. ഇത്രയും എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയേണ്ടതാണ്. പലർക്കും ഇത് ചെയ്യാൻ അറിയാറില്ല. കൺഫ്യൂഷൻ കാരണം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തത് കാരണം പലരും ഇത് ചെയ്യാറില്ല. ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇതിൻ്റെ ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ അടുത്തേക്ക് പോയി നമ്മൾ കാശ് കൊടുത്തിട്ടാണ് പലരും ചെയ്യിക്കാറ്. ഇത് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു സ്വന്തമായിട്ട് വലിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരുപാട് വേറെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പോ ഒന്നും ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ITR 1 ITR 2 ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒന്ന് പറയാന്നുള്ളതായിരുന്നു ഞാനിവിടെ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ITR സെലക്ട് ചെയ്യണം, HRA എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം നമുക്ക് HRA ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വേറെ വീഡിയോ ചെയ്യാം. താങ്ക് യു.